ഗായ്സ്, നിങ്ങൾക്ക് സുഖമാണോ? എനിക്കും സുഖമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ബാക്കിയുള്ള ക്യാപിറ്റൽസ് പഠിക്കാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരുന്നു. കമോൺ, ഇപ്പൊ നമുക്ക് പോവാം. ഫസ്റ്റ് പാർട്ടിന്റെ നമുക്ക് റിവിഷൻ വീഡിയോ പിന്നെ ഇടാം അല്ലേ? അതെ. സെക്കൻഡ് പാർട്ടില് നമ്മൾ അന്ന് ലാസ്റ്റ് പറഞ്ഞു നിർത്തി എവിടെയാണ്? ജാർഖണ്ഡ്, റാഞ്ചി അല്ലേ? പരുന്ത് വന്നിങ്ങനെ ഓടി റാഞ്ചി വന്ന് അല്ലേ? അടുത്തത് ഏതാണ്? ഒരു പട്ടണം കാണാനല്ലേ നമ്മൾ പിന്നെ പോയത്? ബീഹാർ, പാറ്റ്ന. വെക്ക് ഫ്ലാഗ് വെക്ക്. ബീഹാർ. അടുത്തത് ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ചെന്നപ്പോ എന്താണോ സംഭവിച്ചത്? ബീഹാറിനോട് ആള് ചോദ്യം ചോദിച്ചു. അപ്പോ ഉത്തരം കിട്ടാനായിട്ട് ഉത്തർപ്രദേശിൽ പോയി അല്ലേ? ഭാഗ്യത്തിന് ആ ഉത്തരം കറക്റ്റ് ആയിരുന്നു അല്ലേ? നമ്മള് മലയാളത്തിൽ ഭാഗ്യം എന്നല്ലേ പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ എന്താണോ പറയുന്നത്? ലക്ക്. അതാണ് ലക്നൗ അല്ലേ? ഉത്തർപ്രദേശ് ലക്നൗ. അത് കഴിഞ്ഞപ്പോഴോ ഉത്തരാഖണ്ഡ്. അപ്പൊ ഉത്തരാഖണ്ഡില് പോയിട്ടേ ഉത്തർപ്രദേശിൽ നിന്ന് ഒരാള് പോയപ്പോ അവിടെ ആരോ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണ്. കാർട്ടൂൺ റൈമിംഗ് അല്ലേ? റൈമിംഗ് വേർഡ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ഭംഗിയുള്ള മലകളൊക്കെ ഉള്ള സ്ഥലം ഏതാണ്? ഷിംല. അത് എന്തുകൊണ്ടാണ്? എന്തിന്റെ ക്യാപിറ്റലാണ് ഷിംല? ഹിമാചൽ പ്രദേശ്. അതെങ്ങനെയാണോ ഓർത്ത് വെക്കുന്നത്? ഹിമാചൽ പ്രദേശില് കുറെ മലകളുണ്ട്. മൗണ്ടൻ അല്ലേ? മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു മൗണ്ടൻ ആയിരിക്കുമല്ലോ അതിന്റെ ക്യാപിറ്റൽ. അതിലെ ഒരു മൗണ്ടൻ ഷിംല. അതിലെ ഒരു മൗണ്ടന്റെ പേരാണ് ഷിംല. അങ്ങനെ നോക്കാം. അതെ, മല അല്ലേ? പിന്നില്ലേ അത് കഴിഞ്ഞ് മലയുടെ പൊക്കത്തുനിന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ ഒരു ആനയുടെ പുറത്ത് കുറെ പഞ്ചാബികൾ അല്ലേ? അതെന്താണ്? ഹരിയാന, പഞ്ചാബ്. അതിന്റെയാണ് ചണ്ഡീഗഡ്. അതെങ്ങനെ ഓർത്ത് വെക്കും? ആനപ്പുറത്ത് നിന്ന് പഞ്ചാബികൾ ആകാശത്തോട്ട് നോക്കിയപ്പോ എന്ത് കണ്ടു? ചന്ദാമാമയുടെ വീട്. അതാണ് ചണ്ഡീഗഡ് എന്ന് ഓർക്കുക. അപ്പോ ഏതാണ്? ഹിമാചൽ പ്രദേശ് സിംല, പഞ്ചാബും ഹരിയാനയും രണ്ടിന്റെയും ചണ്ഡീഗഡ് ആണ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഒരു i10 കാർ എടുത്തിട്ട് നമ്മൾ നേരെ ഒരു നഗരം കാണാൻ പോയി. ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന് പറയുന്നത് എവിടെയാണ്? അതാണ് ഏത് പ്രദേശ്? അരുണാചൽ അല്ലേ? ഇറ്റ്സ് എ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ അല്ലേ? ഇന്ത്യയുടെ ആദ്യമായി സൂര്യകിരണങ്ങൾ വരുന്ന സ്ഥലം ഇറ്റാനഗർ. അപ്പൊ i10 നഗരം കാണാൻ പോയി അല്ലെ? i10 എന്ന് പറഞ്ഞൊരു കാറില്ലേടാ? അപ്പൊ i10 എന്ന് പറയണ്ട, ഐറ്റാനഗർ. i10 നഗരം കാണാൻ പോയി, ഐറ്റാനഗർ. അത് കഴിഞ്ഞപ്പില്ലേ നമ്മൾ എന്താ കുടിച്ചത്? അസം ആപ്പിൾ വാലി ടീ. ഇത് ചായ ആണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അപ്പൊ ദിസ്പൂർ. അസം ദിസ്പൂർ. അത് കഴിഞ്ഞപ്പോ നേരെ മേഘങ്ങൾക്കിടയിൽ പോയി. അതേത് സ്ഥലമാണ്? ചായ കുടിച്ചിട്ട് മേഘങ്ങൾക്കിടയിൽ പോയത്? മേഘാലയ. അതിന്റെ ക്യാപിറ്റലോ? ഷില്ലോങ്. അതെങ്ങനെ മനസ്സിലാവും അറിയാമോ? മേഘം എന്ന് പറഞ്ഞാൽ ലോങ് അല്ലേ? ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുന്ന വലിയ സാധനങ്ങള് അല്ലേ? ആ മേഘങ്ങള് ലോങ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും? ഷില്ലോങ്. അത് കഴിഞ്ഞ് മേഘങ്ങളിൽ നിന്ന് താഴെ നോക്കിയപ്പോ 3 തല. അതേത് സ്ഥലമായിരുന്നു? അഗർത്തല. ത്രിപുര അല്ലേ? ത്രിപുര എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ഏതാണ്? അഗർത്തല. നമ്മൾ എവിടെ പോയെന്നറിയാമോ? മിസോറാം. നമ്മൾ പഠിച്ചിട്ടില്ലേ രാമായണത്തില് ശ്രീരാമ ഭഗവാൻ യുദ്ധം ചെയ്ത കാര്യം? ആ യുദ്ധത്തിന് എന്ത് വാളാണ് എടുത്തത് രാമൻ? ഐസ് വാൾ. ഐസ് കൊണ്ടുണ്ടാക്കിയ വാളാണ് ശ്രീരാമൻ എടുത്തതെന്ന് ഓർത്താല് മിസോറാം ഐസ് വാൾ. അത് കഴിഞ്ഞിട്ടോ മണിപ്പൂരിൽ പോയപ്പോണ്ടല്ലോ കൊറേ ഫലങ്ങള് അല്ലെ? ഫൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് ഫ്രൂട്ട്. അപ്പൊ ഏതാണ് മണിപ്പൂര്? ഇംഫൽ. വെക്ക്. മണിപ്പൂർ
മണിപ്പൂർ, ഇംഫാൽ. വെക്ക് ഫ്ലാഗ് വെക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നാഗങ്ങളുടെ സ്ഥലം അല്ലേടാ? നാഗങ്ങളുടെ സ്ഥലത്തിന്റെ ക്യാപിറ്റൽ ഏതാടാ? എടാ നാഷണൽ റെപ്റ്റൈൽ ഏതാടാ നമ്മുടെ? കിങ് കോബ്ര. അപ്പൊ കിങ്ങിന്റെ കെയും കോബ്രയുടെ കോയും ഓർത്താല് നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? കൊഹിമ. അതാണ് കിങ് കോബ്ര ഇസ് അവർ നാഷണൽ റെപ്റ്റൈൽ. കൊഹിമ വെച്ചേ. കൊഹിമ. ഇനി ലാസ്റ്റ് ഒരു സ്ഥലം കൂടിയാണ് ബാക്കിയുള്ളത് ഇല്ലേ? അതേതാണ്? സിക്കിം. സിക്കിമിന്റെ ക്യാപിറ്റൽ ഇല്ലേ? എങ്ങനെയാ ഓർക്കുന്നത് നമ്മള്? സിക്കിമില് പോയപ്പോ ഉണ്ടല്ലോ ഒരു ഗ്യാങ് ആൾക്കാർ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ഗ്യാങ് സംസാരം, ടോക്ക്. ഗ്യാങ് ടോക്ക്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.